പല ആളുകൾക്കും അറിയില്ല ഉമ്മക്ക് എന്താണ് ശരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സ്നേഹത്തിന്റെ നിർവചനമാണ് ഉമ്മ. ഉമ്മ ഞാൻ ആയത് മുതൽ എന്ന് പറഞ്ഞാൽ ഉദരത്തിലായത് മുതൽ എന്നെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത പല ഭക്ഷണങ്ങളും ഉമ്മ കഴിച്ച് ശീലിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഉറക്കം കളഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്കെന്ത് തരണം എന്നാണ് എൻ്റെ ഉമ്മ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ ചിന്തിച്ച് തുടങ്ങിയത്. ആ ശീലം തന്നെ എൻ്റെ ഉമ്മക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശീലം അടുത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എനിക്കെന്ത് കിട്ടുന്നു എന്ന ശീലം. എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ എന്ന രീതിയിലുള്ള എൻ്റെ ശീലത്തെ ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവിടെയാണ് ഞാൻ പരാജയപ്പെട്ടു തുടങ്ങുക. എൻ്റെ അമ്മ എനിക്കെന്ത് തരുന്നു എന്നുള്ളത് നോക്കാൻ എനിക്ക് എളുപ്പമാണ്. അതെൻ്റെ ശീലം. എൻ്റെ കുട്ടി എന്ത് ചെയ്താലും എൻ്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഉമ്മയുടെ ശീലം. ആ ഉമ്മയുടെ സ്നേഹമെന്ന നിർവചനത്തെ നമ്മൾ എടുത്തുകൊണ്ട് ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്നൊരു കാര്യമില്ലേ, പല ആളുകൾക്കും അറിയില്ല ഉമ്മാക്ക് എന്താണ് ശരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എൻ്റെ ഉമ്മാക്ക് അറിയാം. എനിക്കതല്ലടാ ഇഷ്ടം അല്ലേ, ഓനക്കിതാ ഇഷ്ടം, ഓനത് കഴിക്കൂല, ഓനക്കിതാ വേണ്ടിയത്. 5-6 മക്കളെ കുറിച്ച് ഉമ്മാക്ക് നല്ല ധാരണ ഉണ്ടാവും. പക്ഷെ ആ ഒരൊറ്റ കുട്ടിക്ക് ഉമ്മാക്ക് ഏതാ ഭക്ഷണം ഇഷ്ടമുണ്ടെന്ന് അറിയില്ല. ആ ഉമ്മ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും പലപ്പോഴും ചിന്തിക്കലുണ്ടാവില്ല. ഉമ്മാക്ക് അതിൽ തൃപ്തി ഉണ്ടെന്നുള്ളൊരു കാര്യം അറിയാം. നമുക്ക് കുഴപ്പമില്ല, നിങ്ങൾ കഴിക്കാണ്ട് ഞാൻ കഴിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ തൃപ്തി ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തല്ലേ, അതല്ലേ സ്നേഹം. അതിൽ ഉമ്മക്ക് നിർവൃതി ഉണ്ട്. പക്ഷെ ആ ഉമ്മാനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയൊരു കാര്യമെങ്കിലും ഞാൻ സംസാരിച്ചു പോയാൽ ഇടുന്ന് കിട്ടും, ഇവിടുന്ന് കിട്ടും.